കുഞ്ഞിന് ആവശ്യത്തിന് ഭാരം കൂടുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞിന് തീരെ തടിയില്ലെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നാറുണ്ടോ? അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളുമായി കമ്പയർ ചെയ്യാറുണ്ടോ? ഹായ്, ഞാൻ ചിഞ്ചു അജിൻ, ലാക്ടേഷൻ കൗൺസിലറാണ്. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യ വർഷത്തിൽ നിങ്ങളുടെ കുഞ്ഞ് ഓരോ മാസവും എത്ര ഭാരം കൂടണമെന്നും എക്സ്പേർട്ട് ടിപ്സും പിന്നെ ഒരിക്കലും അവഗണിക്കരുതാത്ത സൂചനകൾ എന്നിവയൊക്കെയാണ്. മുലയൂട്ടുന്ന കുഞ്ഞ്, ഫോർമുല കുടിക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ സോളിഡ്സ് കഴിക്കാൻ തുടങ്ങിയ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് നോർമൽ, എന്തൊക്കെയാണ് പ്രശ്നം, എപ്പോഴാണ് സഹായം ചോദിക്കേണ്ടത് എന്നിവയൊക്കെ മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റി കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ വളർച്ചാ യാത്രയിൽ ഫോക്കസ് ചെയ്യാം. ആദ്യത്തെ 3 മാസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞ് വേഗത്തിൽ വളരും. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഭാരം കൂടുന്നത്. ആരോഗ്യമുള്ള ഒരു പൂർണ്ണ വളർച്ചയുള്ള കുഞ്ഞിന് സാധാരണയായി ജനന സമയത്ത് 2.5 മുതൽ 4 kg വരെ ഭാരം ഉണ്ടാകും. ആദ്യ കുറച്ച് ദിവസങ്ങളിൽ നവജാത ശിശുക്കൾക്ക് ജനന സമയത്ത് 10% വരെ ഭാരം കുറയുന്നത് തികച്ചും സാധാരണമാണ്. എന്നാൽ 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ അവരത് തിരികെ എടുക്കണം. അന്ന് മുതൽ ശരാശരി ഭാരം വർദ്ധിക്കുന്നത് ആഴ്ചയിൽ 150 മുതൽ 200 ഗ്രാം വരെ. ആദ്യത്തെ എല്ലാ മാസവും 700 മുതൽ 1000 ഗ്രാം വരെ കൂടും. 3 മാസമാകുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളും 2 മുതൽ 3 kg വരെ ഭാരം വർദ്ധിപ്പിച്ചിരിക്കും. അതായത് നിങ്ങളുടെ കുഞ്ഞിന് ജനന സമയത്ത് 3 kg ഉണ്ടായിരുന്നെങ്കിൽ 3 മാസം കഴിയുമ്പോൾ അവരുടെ ഭാരം 5.5 മുതൽ 6 kg വരെ ആകാം. ഇത് കുഞ്ഞുങ്ങൾ കൂടുതലും മുലപ്പാൽ അല്ലെങ്കിൽ ഫോർമുല മാത്രം കുടിക്കുന്ന സമയമാണ്. അതിനാൽ ഇടയ്ക്കിടെ ഫീഡിംഗ് ചെയ്യുന്നത് പ്രധാനമാണ്. 4 മുതൽ 6 മാസം. ഈ സമയത്ത് കുഞ്ഞിൻ്റെ ശരീരഭാരം പതുക്കെയാണ് കൂടുക, പക്ഷെ ഇപ്പോഴും സ്ഥിരത പുലർത്തുന്നു. ഈ ഘട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഏകദേശം പ്രതിമാസം 500 മുതൽ 700 ഗ്രാം വരെ കൂടാം. 6 മാസമാകുമ്പോഴേക്കും മിക്ക കുഞ്ഞുങ്ങൾക്കും ജനനഭാരം ഇരട്ടിയാകും. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുഞ്ഞിന് ജനിക്കുമ്പോൾ 3.2 kg ഉണ്ടായിരുന്നെങ്കിൽ 6 മാസമാകുമ്പോഴേക്കും അവരുടെ ഭാരം 6.4 മുതൽ 6.8 kg വരെ ആകാം. ഇപ്പോഴും മുലയൂട്ടൽ അല്ലെങ്കിൽ ഫോർമുല ഫീഡിംഗ് തുടരുന്നു. 6 മാസത്തിന് ശേഷം മാത്രമേ ഖാരഭക്ഷണങ്ങൾ ആരംഭിക്കൂ. അതിനാൽ പാൽ ഇപ്പോഴും വളർച്ചയുടെ പ്രധാന ഉറവിടമാണ്. ചില കുഞ്ഞുങ്ങൾക്ക് അല്പം കുറവോ കൂടുതലോ വെയിറ്റ് ഉണ്ടാവും. അത് തികച്ചും നോർമലാണ്. 6 മുതൽ 9 മാസം. ഇത് കുഞ്ഞുങ്ങൾ കൂടുതൽ കളിക്കാൻ തുടങ്ങുന്ന സമയമാണ്. അതായത് ഉരുളുക, ഇഴയുക, ഇരിക്കാൻ ശ്രമിക്കുക എന്നിവയൊക്കെ. അതിനാൽ അവരുടെ വിശപ്പ് കൂടുന്ന സമയമാണിത്. ഭാരം വർദ്ധിക്കുന്നത് ഇങ്ങനെ കുറയും. പ്രതിമാസം 300 മുതൽ 500 ഗ്രാം വരെ. കുഞ്ഞ് തടിച്ചതായി കാണപ്പെടുന്നില്ലെന്ന് ചില മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നു. ഇത് തികച്ചും സാധാരണമാണ്. 9 മാസമാകുമ്പോഴേക്കും ജനനഭാരത്തെയും വ്യക്തിഗത വളർച്ചയെയും അനുസരിച്ച് ശരാശരി കുഞ്ഞിന് 7.5 മുതൽ 9 kg വരെ ഭാരം ഉണ്ടാകും. ഖാരഭക്ഷണങ്ങൾ ഇപ്പോൾ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമായി മാറുന്നു. പക്ഷേ മുലപ്പാലോ ഫോർമുലയോ ഇപ്പോഴും കാലറീസിന്റെ ഒരു പ്രധാന ഉറവിടമാണ്. 9 മുതൽ 12 മാസം. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് വേഗത്തിൽ ഇഴയാനും നടക്കാൻ ശ്രമിക്കാനും സാധ്യതയുണ്ട്. ഭാരം വർദ്ധിക്കുന്നത് തുടരുന്നു, പക്ഷേ വളരെ സാവധാനത്തിൽ. പ്രതിമാസം ഏകദേശം 200 മുതൽ 400 ഗ്രാം വരെ. 1 വർഷമാകുമ്പോഴേക്കും മിക്ക കുഞ്ഞുങ്ങളുടെയും ജനനഭാരം 3 ഇരട്ടിയാകും. അതിനാൽ നിങ്ങളുടെ കുഞ്ഞിന് ജനിക്കുമ്പോൾ 3 kg ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഭാരം ഏകദേശം 9 മുതൽ 10 kg വരെയാകും. ചില കുഞ്ഞുങ്ങൾ ഇതിൽ അല്പം കുറവോ അതിൽ കൂടുതലോ ആയിരിക്കാം. അവരുടെ ഭാരം ക്രമാനുഗതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം അത് നോർമലാണ്. WHO ഗ്രോത്ത് ചാർട്ട് ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ വളർച്ച എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്ന് നമുക്ക് സംസാരിക്കാം. ചാർട്ടിൽ പെർസെൻറ്റൈൽ കർവ്സ് ഉണ്ട്. 50ാമത്തെ പെർസെൻറ്റൈൽ എന്നാൽ പ്രായത്തിനനുസരിച്ച് ശരാശരി എന്നാണ്. 15ാമത്തെയോ 85ാമത്തെയോ പെർസെൻറ്റൈൽ സാധാരണമാണ്. നിങ്ങളുടെ കുഞ്ഞ് ഏത് ലൈനിലാണ് എന്നുള്ളത് പ്രധാനമല്ല. അവർ കാലക്രമേണ ഒരേ കർവിൽ തുടരുക എന്നതാണ് പ്രധാനം. ദിവസേനയല്ല, പ്രതിമാസം ഭാരം ട്രാക്ക് ചെയ്യുക. എല്ലായ്പ്പോഴും ശരിയായ ബേബി സ്കെയിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ കുഞ്ഞിനെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക. ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമായി വന്നേക്കാവുന്ന ചില ലക്ഷണങ്ങൾ ഇതാ.
കുഞ്ഞിന് ജനനാസമയത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഭാരം വർദ്ധിക്കുന്നില്ല. ഒരു മാസത്തിൽ കൂടുതൽ ഭാരം വർദ്ധിക്കുന്നില്ല. കുഞ്ഞിന്റെ ഗ്രോത്ത് ചാർട്ടിൽ 2% കുറയുന്നു. ഒരു മാസത്തിന് ശേഷം പ്രതിദിനം 5 നനഞ്ഞ ഡയപ്പറുകളിൽ താഴെ. കുഞ്ഞിന് ഉറക്കമോ ബലഹീനതയോ തോന്നുന്നു. ഇവയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ദയവായി നിങ്ങളുടെ പീഡിയാട്രീഷ്യനെയോ ലാക്ടേഷൻ എക്സ്പെർട്ടിനെയോ ബന്ധപ്പെടുക. കുഞ്ഞിന്റെ ഭാരം ഹെൽത്തി ആയി കൂടാനുള്ള ടിപ്സ്. കുഞ്ഞിന്റെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനുള്ള ചില ലളിതമായ വഴികൾ ഇതാ. ഷെഡ്യൂൾ അനുസരിച്ചല്ല, കുഞ്ഞിന്റെ ആവശ്യമനുസരിച്ച് വേണം മുലയൂട്ടാൻ. കുഞ്ഞ് ശരിയായി മുല കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. 6 മാസത്തിന് ശേഷം എനർജി റിച്ച് ആയിട്ടുള്ള ഹാരഭക്ഷണം ഉൾപ്പെടുത്തുക. പരിപ്പ്, അരി, നെയ്യ്, ഉടച്ച വാഴപ്പഴം, മുട്ടയുടെ മഞ്ഞക്കരു. ഭക്ഷണം നൽകുമ്പോൾ അനാവശ്യമായ ശ്രദ്ധ തിരിക്കുന്നവ ഒഴിവാക്കുക. ആവശ്യമെങ്കിൽ കുഞ്ഞിന്റെ അയനോ വിറ്റമിൻ ഡിയോ പതിവായി പരിശോധിക്കുക. അപ്പോൾ കുഞ്ഞിന്റെ ഭാരത്തെക്കുറിച്ച് പരിഭ്രാന്തരാകരുത്. തടിച്ച കവിളുകളല്ല, സ്ഥിരമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 6 മാസത്തിൽ സോളിഡുകൾ ശരിയായ രീതിയിൽ എങ്ങനെ പരിചയപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.